പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഇന്ത്യ മഹാസാമ്രാജ്യത്തിൻ്റെ സ്വതന്ത്ര ദിനവാർഷികം ആഘോഷിക്കുന്ന സമയമാണ്. ഒരു കവി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: പരിപൂർണ സ്വാതന്ത്ര്യം, പരിപൂർണ സ്വാതന്ത്ര്യം, ഭാരതം മുക്കാലും അസ്വാതന്ത്ര്യം. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ നാം ഇംഗ്ലീഷുകാരുടെ ഭരണകൂടത്തിൻ്റെ കീഴിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിലും നമ്മുടെ രാഷ്ട്രം ഇന്നും വാസ്തവത്തിൽ അസ്വതന്ത്രതയിലാണ് കഴിഞ്ഞുകൂടുന്നതെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ വ്യക്തികളും സ്വാതന്ത്ര്യമില്ലാത്തവരായിട്ടാണ് ജീവിക്കുന്നത്. ആരാണ് അസ്വതന്ത്രരാക്കി വച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം എന്നീ ദുർഗുണങ്ങൾ അധിവസിക്കുന്ന ശരീരമാണ് നമ്മുടേത്. നമ്മുടെ മനസ്സ്, അതിനധീനപ്പെട്ടു പോകുന്ന ഏതൊരു മനുഷ്യനും അസ്വതന്ത്രനായി തീരുകയും അവൻ ആലോചിക്കാത്ത കാര്യങ്ങൾ പോലും, ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും പലപ്പോഴും ചെയ്ത് അവനവനെ തന്നെ കാരാഗ്രഹവാസികളാക്കി തീർക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നാം എന്ത് സ്വാതന്ത്ര്യമാണ് പ്രാപിച്ചിരിക്കുന്നതെന്ന് ഇന്നത്തെ ദിവസം നമ്മെ തന്നെ ശോധന ചെയ്യാം. നാം ഓരോരുത്തരും വ്യക്തിപരമായി എന്തിന് അടിമയാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ദിവസത്തിൽ നാം അത് ചിന്തിച്ച് കണ്ടുപിടിച്ച് നമ്മെ തന്നെ വ്യക്തിപരമായി സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇന്നത്തെ ആഘോഷവും പരിപാടികളും നാം സ്വതന്ത്രരാണ് എന്നുള്ള ചിന്തയും അത് വാസ്തവികമായി രൂപാന്തരപ്പെടും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, അതായത് ലോകത്തിൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തു പറഞ്ഞു: പുത്രൻ നിങ്ങളെ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും.